ഉണ്ടായിരുന്നില്ല. ഓക്കെ. Good morning, Miss. Good morning. Okay, let us start. Good morning, Miss. Okay, good morning. Okay, in our last class we are discussing about voice words അല്ലേ? നമ്മൾ voice words ഡിസ്കസ് ചെയ്തു. എല്ലാവരും അത് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? നമുക്കത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ടോഷിൻ, റിലു രണ്ടുപേരും വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ ഓക്കെ, ആരാധ്യ മോളെ അതൊന്ന് വായിച്ചു മോളെ, വോയിസ് വേർഡ്സ് മുഴുവൻ ഒന്ന് വായിച്ചേ, അൺമ്യൂട്ട് ചെയ്തേ. ആരാധ്യ ഒന്ന് അൺമ്യൂട്ട് ചെയ്യും മോളെ. ആരാധ്യ, വാട്ട് ആർ യു ഡൂയിങ് there? അൺമ്യൂട്ട് ചെയ്തേ മോളെ. ആരാധ്യ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ ആരാധ്യ, ടെക്സ്റ്റ് ബുക്ക് എടുക്കാതെയാണ് മോളെ. ഓക്കെ, എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല? നമ്മള് എല്ലാവരും അതെന്താണ് ഹോംവർക്ക് ചെയ്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിരുന്നു ആരാധ്യ? ഇല്ല. ഒരു ക്ലാസ്സിൽ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എല്ലാവരും ഗ്രൂപ്പിൽ എന്താണ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? അതൊക്കെ നോക്കുക, എന്താണ് അന്ന് ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക. ഓക്കെ ഓക്കെ ഓക്കെ, ജൂലിയറ്റ് മോളെ, ജൂലിയറ്റ് ജോസ് ഒന്ന് വായിച്ചു മോളെ വോയിസ് വേർഡ്സ്. All that glitter is not gold. Better. ആരാധ്യ മോളെ നോക്കുക കേട്ടോ. ആരാധ്യ, ജൂലിയറ്റ് വായിക്കുമ്പോൾ നോക്കുക, കംപ്ലീറ്റ് ചെയ്യാത്തത് കംപ്ലീറ്റ് ചെയ്യാം മുഴുവൻ. ഓക്കെ, ആ ബോക്സിൽ ഉണ്ട്, അവിടെ നിന്ന് എടുത്ത് മാച്ച് ചെയ്ത് എഴുതാണ് വേണ്ടത്. നോക്കുക ആരാധ്യ. ഓക്കെ ജൂലിയറ്റ് മോളെ കണ്ടിന്യൂ ചെയ്തോ. Better to be safe than sorry. ഓക്കെ, better to be safe than sorry അല്ലേ? എന്താണ് സേഫ് ആയിരിക്കുന്നതാണ് ദെൻ സോറി പറയുന്നതിനേക്കാൾ നല്ലത് അല്ലേ? നമ്മൾ എപ്പോഴും സേഫ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ എന്താണ് സോറി പറയേണ്ട കാര്യം വരില്ല അല്ലേ? അതാണ് better to be safe than sorry. സോറി പറയുന്നതിനേക്കാൾ നല്ലത് ബെറ്റർ എന്താണ് സേഫ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എല്ലാ കാര്യങ്ങളും. ഓക്കെ, ദെൻ തേർഡ് വൺ. First come first served അല്ലേ? എന്താണ് ആദ്യം വരുന്ന ആൾക്കാണ് ആദ്യം സെർവ് ചെയ്യുക അല്ലേ? ആദ്യം വന്നാല് ആദ്യം സെർവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് കം ആൻഡ് ഫസ്റ്റ് സെർവ്ഡ്. ദെൻ ഫോർത്ത് വൺ. A friend in need is a friend. A friend in need is a friend indeed. Okay, a friend in need അല്ലേ മോളെ? Friend in need is a friend indeed അല്ലേ? എന്താണത്? A friend in need is a friend indeed. എന്താണ് ആവശ്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആക്ച്വൽ ആയിട്ടുള്ള ഫ്രണ്ട് അല്ലേ? A friend in need ആവശ്യങ്ങളിൽ സഹായിക്കുന്ന ആളാണ് a friend indeed. Okay, then fifth one. United We stand, divide, we fall. അതല്ലേ യുണൈറ്റഡ് വി സ്റ്റാൻഡ്. ഒന്നിച്ച് നിന്നാൽ എന്താണ് യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫോൾ അല്ലേ? ഒന്നിച്ച് എപ്പോഴും ഒന്നിച്ച് നിൽക്കണം എന്നാണ് അതിന്റെ മീനിങ്. ഒരിക്കലും ഫോളിൽ പോലും ഡിവൈഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫോൾ. ആൻഡ് ദെൻ സിക്സ്ത് വൺ. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് അല്ലേ? എന്താണ് അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? പണ്ട് എന്താണ് റാബിറ്റും കണ്ടോ? എന്താണ് അങ്ങനെ ഒരു കഥയുണ്ടല്ലേ ഓട്ട മത്സരത്തിന്റെ. അപ്പോ
അതാണ് പറയുന്നത്. എന്താണ് സ്ലോ ആൻഡ് സ്റ്റീഡി. ആമ എന്താണ്, ടോർട്ടോയ്സ് എന്താണ്, മെല്ലെ പോയി വിന്നില് റേസ് ചെയ്തു അല്ലെ. സ്ലോ ആൻഡ് സ്റ്റീഡി വിൻസ് ദ റേസ് അല്ലെ. പതുക്കെ ആയാലും എന്താണ് റേസ് വിൻ ചെയ്തു. ദെൻ ഞാൻ വായിക്കാൻ പോളെ ജൂലിയറ്റ്, എല്ലാവരും ശ്രദ്ധിക്കണേ. നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞോ. empty vessels make the most noise. empty vessels make the most noise. എഴുതാത്തവര് ഇപ്പൊ എന്താണ് എഴുതുക. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, empty vessels make the most noise അല്ലെ. ശൂന്യമായ വെസൽസ് അല്ലെ, ശൂന്യമായ പാത്രമാണ് എന്താണ് ചെയ്യുക, മേക്ക് ദ മോസ്റ്റ് നോയ്സ്, ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള ശബ്ദം ഉണ്ടാവുക അല്ലെ. അതായത് ശൂന്യമായ പാത്രത്തിലാണ് ഏറ്റവും കൂടുതൽ ശബ്ദങ്ങൾ ഉണ്ടാവുക എന്നാണ്. empty vessels make the most noise. birds of a feather flock together. birds of a feather flock together. ഒരേ തൂവൽ പക്ഷികൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഒരേ ടൈപ്പിലുള്ള ആൾക്കാരെയാണ് അങ്ങനെ ഈ വൈസ് വേർഡ്സ് കൊണ്ട് പറയാ, ഈ പ്രോവർബ് കൊണ്ട് പറയാ. birds of a feather flock together. ഒരേ തൂവൽ പക്ഷികൾ എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. then early bird catches the worm അല്ലെ. ആദ്യം വരുന്ന ബേർഡ് ആണ് എന്ത്, ഇരയെ പിടിക്കുക. early bird catches the worm. and a stitch in time saves 9. എന്താണ്, ഒരു ജോലിയിൽ കറക്റ്റ് ടൈമിൽ ആ ജോലി ചെയ്യുകയാണെങ്കിൽ എന്താണ്, അത് 9 പേരെ ലാഭിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. എ സ്റ്റിച്ച് ഇൻ ടൈം, കറക്റ്റ് ടൈമിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സേവ്സ് 9. 9 പേരെ നമ്മൾ ഒരു കാര്യം എന്താണ്, ഈ പ്രോവർബിനൊക്കെ എന്താണ് ഓരോരോ തീം ഉണ്ടല്ലേ. പ്രോവർബ് നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ എന്താണ്, എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. കറക്റ്റ് ടൈമിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എന്താണ്, 9 പേരെ ലാഭിക്കുന്നതിന് ഈക്വൽ ആണ് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഒന്നുകൂടെ കറക്റ്റ് മാച്ച് ചെയ്ത് എഴുതാത്തവരൊന്ന് ശ്രദ്ധിക്കുക. all that glitters is not gold. better to be safe than sorry. first come first serve. a friend in need is a friend indeed. united we stand, divided we fall. slow and steady wins the race. empty vessels make the most noise. and birds of a feather flock together. the early bird catches the worm. a stitch in time saves 9. okay, clear? എല്ലാവരും കംപ്ലീറ്റ് ചെയ്തില്ലേ? okay, if any doubt? okay, then our next portion is amazing animals. okay, amazing animals അല്ലേ, amazing animals അല്ലേ എല്ലാവരുടെയും ടെക്സ്റ്റിൽ ഉള്ളത്. okay, amazing animals. ആദിത് കെ വി മോനെ അതൊന്ന് വായിച്ചേ. ഫസ്റ്റ് വൺ ആദിത് കെ വി, അൺമ്യൂട്ട് ചെയ്ത മോനെ. ഫാസ്റ്റ്, പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്യും മോനെ. ഓക്കെ, പെട്ടെന്ന് വായിക്കും മോനെ. A crocodile heals death when it has its meal. okay, listen. a crocodile sheds tears when it has its meal അല്ലേ. എന്താണ് അതിന്റെ മീനിങ്? a crocodile sheds tears when it has its meal അല്ലേ. a crocodile, ഒരു ക്രോക്കഡൈലിന് എന്തുണ്ട്? ഇതെന്താണ്, അമേസിംഗ് ആനിമൽസ് ആണ്. ഓരോ ആനിമൽസിനെ കുറിച്ചുള്ള ഓരോ ഫാക്റ്റ് ആണ് അല്ലെ. ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല, ഓരോ ആനിമൽസിനെ കുറിച്ച് പറയാണ്. ഓരോ ആനിമൽസിന്റെ ഓരോരോ സ്പെഷ്യാലിറ്റിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അമേസിംഗ് ആനിമൽസ് എന്നുള്ള പിന്നെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഓരോ ആനിമൽസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാണ് ഇതിൽ ചെയ്യുന്നത്. എ ക്രോക്കഡൈൽ ഷെഡ്സ് ടിയേഴ്സ് when it has its meal അല്ലെ. ഒരു ക്രോക്കഡൈലിന് എന്തുണ്ട്, അതിന്റെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് കണ്ണുനീര് പൊഴിക്കുന്നതാണ് പറയണത് അല്ലെ. ഒരു ക്രോക്കഡൈൽ എന്താണ്, ക്രോക്കഡൈലിനെ കണ്ടോ? എന്താണ് ക്രോക്കഡൈൽ? ക്രോക്കഡൈൽ എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് ബെനീറ്റ? മുതല. ഓക്കെ, റൈറ്റ്. ക്രോക്കഡൈൽ എന്താണ്? മുതലയാണ്. എ ക്രോക്കഡൈൽ ഷെഡ്സ് ടിയേഴ്സ് when it has its meal. അതിന്റെ ഭക്ഷണം കിട്ടുന്ന സമയത്ത് ക്രോക്കഡൈൽ എന്ത് ചെയ്യും? കണ്ണുനീര് പൊഴിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ അതിലൊരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ their tears contain protein and minerals. ഈ ക്രോക്കഡൈലിന്റെ ടിയേഴ്സിൽ
ടിയേഴ്സ് എന്ന് വെച്ചാല് കണ്ണുനീരല്ലേ. ഈ ക്രോക്കഡൈലിന്റെ ടിയേഴ്സിൽ എന്തുണ്ടെന്ന് പറയുന്നത് കുറെ പ്രോട്ടീൻസും മിനറൽസും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ക്രോക്കഡൈൽ ഇങ്ങനെ കരയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ ഹെൽത്തിന് തന്നെ നല്ല സപ്പോർട്ടീവ് ആണത്. അതുകൊണ്ടാണ് ക്രോക്കഡൈൽ എന്താണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കരയും എന്നാണ് പറയുന്നത്, കണ്ണുനീര് പൊഴിക്കും. ബിക്കോസ് നമ്മൾ പറയാറില്ലേ, വെറുതെ കാര്യമില്ലാതെ കരയുന്നതിനൊക്കെ നമ്മൾ എന്ത് പറയും? മുതലക്കണ്ണീർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കുറെ പേര് കേട്ടിട്ടുണ്ടാവും അല്ലെ? മുതലക്കണ്ണീർ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് അത് ഒരു കാര്യവും ഇല്ലാതെ വെറുതെ ആണത് അല്ലെ? കള്ളക്കരച്ചിലൊക്കെ കരയുമ്പോ ചിലപ്പോ പറയാറുണ്ട് അല്ലെ, മുതലക്കണ്ണീരാണെന്ന്. ദാറ്റ് മീൻസ് അല്ലെ, ഒരു ക്രോക്കഡൈൽ എന്താണ് ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? കണ്ണുനീര് വരും എന്നാണ് പറയുന്നത്. ബിക്കോസ് അതിന്റെ ടിയേഴ്സിൽ എന്തുണ്ട്? ലോട്ട്സ് ഓഫ് കണ്ടെയ്ൻസ് പ്രോട്ടീൻ ആൻഡ് മിനറൽസ്. അതിന്റെ ടിയേഴ്സിൽ കുറെ പ്രോട്ടീൻസും മിനറൽസ് ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ second one, an owl cannot see in total darkness. An owl cannot see in total darkness. Text നോക്കുക, second one ആണ്. An owl cannot see in total darkness. എന്താണ്? ഒരു മൂങ്ങയ്ക്ക് മൂങ്ങ എന്താണ് ചെയ്യുക? ഓൾ സാധാരണ നൈറ്റിലാണ് അത് അതിന്റെ ഇരയെ പിടിക്കുകയൊക്കെ ചെയ്യുക അല്ലെ? രാത്രിയിലാണ് പൊതുവെ ഓളിനെ കാണാറ്. പകലൊക്കെ അവര് എവിടെയെങ്കിലും അവരുടെ ഷെൽട്ടറിൽ താമസിച്ചിട്ട് രാത്രിയിലാണ് ഇവർ പുറത്തിറങ്ങുക. പക്ഷെ ടോട്ടൽ ഡാർക്ക്നെസ്സിന് ഒരു ഓളിന് കണ്ണ് കാണില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ്? രാത്രിയിലാണ് മൂങ്ങയ്ക്ക് സാധാരണയായിട്ട് കണ്ണ് കാണുക അല്ലെ? പക്ഷെ an owl cannot see in total darkness അല്ലെ? ഭയങ്കര കൂരാക്കൂരി ഇരുട്ടിൽ എന്താണ് ഒരു ഓളിന് ശരിക്കും കണ്ണ് കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഭയങ്കര ഇരുട്ടിൽ അല്ലെ? സാധാരണ ഓള് നൈറ്റിലാണ് അവരുടെ ഫുഡൊക്കെ പിന്നെ എന്താണ് ട്രേസ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. പക്ഷെ എന്താണ്? an owl cannot see in total darkness. ഭയങ്കര ഇരുട്ടാണെങ്കിൽ അല്ലെ, ടോട്ടൽ ഡാർക്ക്നെസ് ആണെങ്കിൽ an owl cannot see അല്ലെ, ഒരു ഓളിന് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. ഓക്കെ. Then third one, the egg of an ostrich is as big as a watermelon. The egg of an ostrich is as big as a watermelon. That means an egg of an ostrich അല്ലേ? Ostrich, what do you mean by ostrich? Ostrich എന്താണ് അറിയാലോ? പിക്ചർ കാണുന്നുണ്ടല്ലോ, ഒട്ടകപ്പക്ഷിയാണ് അല്ലെ? ഏറ്റവും വലിയ ബേർഡ് ആണല്ലേ ഇത് ഓസ്ട്രിച്ച്. അപ്പോ ഓസ്ട്രിച്ചിന്റെ എഗ് എന്താണ്? ബിഗ് ആസ് എ വാട്ടർമെലൺ. ദാറ്റ് ഈസ് ബിഗ് ആസ് എ വാട്ടർമെലൺ. വാട്ടർമെലണിന്റെ അത്രയുണ്ട് എന്നാണ് പറയുന്നത് അല്ലെ? ഒരു ഓസ്ട്രിച്ച് എന്താണ്? ഇറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ബേർഡ്. ഓക്കെ, ഏറ്റവും വലിയ പക്ഷിയാണ് അല്ലെ ഒട്ടകപക്ഷി. അതുകൊണ്ട് തന്നെ എന്താണ്? ദ എഗ് ഓഫ് ആൻ ഓസ്ട്രിച്ച്. ഒരു ഓസ്ട്രിച്ചിന്റെ എഗ് എന്താണ്? ആസ് ബിഗ് ആസ് എ വാട്ടർമെലൺ. അവിടെ പിക്ചർ ഉണ്ട് അല്ലെ? പിക്ചർ ഓഫ് ആൻ ഓസ്ട്രിച്ച് ആൻഡ് വാട്ടർമെലൺ ആൻഡ് എഗ് ഓഫ് ആൻ ഓസ്ട്രിച്ച് അല്ലെ? അവിടെ എന്താണ്? ഓസ്ട്രിച്ചിന്റെ ഒരു പിക്ചർ ഉണ്ട്, ഒരു വാട്ടർമെലൺ ഉണ്ട്, അതിന്റെ അടുത്ത് തന്നെ എന്തുണ്ട്? എഗ് ഓഫ് ആൻ ഓസ്ട്രിച്ച് അല്ലെ? ദാറ്റ് മീൻസ് ദ എഗ് ഓഫ് ആൻ ഓസ്ട്രിച്ച് ഈസ് ബിഗ് ആസ് എ വാട്ടർമെലൺ. ഒരു വാട്ടർമെലണിന്റെ അത്രയുമുള്ള എഗ് ആണ് ഈ ഓസ്ട്രിച്ചിന് ഉണ്ടാവുക. വാട്ടർമെലണിന്റെ അത്രയില്ലെങ്കിലും ഏകദേശം ഒരു വാട്ടർമെലനോളം വലിയ മുട്ടയാണ് ഈ ഓസ്ട്രിച്ചുകൾക്ക് ഉണ്ടാവുക. ഓക്കെ, ഏറ്റവും വലിയ ബേർഡ് ആണല്ലോ, അപ്പൊ എന്താണ്? അതിന്റെ എഗ്ഗും വളരെ വലുതായിരിക്കും അല്ലെ? The egg of an ostrich is as big as a watermelon അല്ലെ? ഒരു ഓസ്ട്രിച്ചിന്റെ എഗ് എന്ന് പറയുന്നത് ഒരു വാട്ടർമെലണിന്റെ അത്രയും വലുപ്പമുള്ളതാണ്. നോക്കുക, ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, എ ക്രോക്കഡൈൽ ഷെഡ്സ് tears when it has its meal അല്ലെ? അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് അല്ലേ അത്? അതിന്റെ ഭക്ഷണം ഉള്ള സമയത്ത് that a crocodile sheds tears. It sheds tears. അത് കണ്ണുനീര് പൊഴിക്കും അല്ലെ? crocodile sheds tears when it has its meal. Okay, ക്രോക്കഡൈലിന് ഫുഡ് കിട്ടുന്ന സമയത്ത് a crocodile when sheds tears അല്ലെ? sheds tears എന്ന് വെച്ചാൽ എന്താണ്? tears എന്താണ്? കണ്ണുനീര്. sheds tears, കണ്ണുനീര് പൊഴിക്കുക. മീനിങ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് സൈഡിലൊക്കെ എഴുതി വെക്കാം കേട്ടോ. sheds tears നമുക്ക് പല കാര്യങ്ങളിലും യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ് ആണ് അതൊക്കെ അല്ലെ? sheds tears, കണ്ണുനീര് പൊഴിച്ചു എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ നമുക്ക് എഴുതണമെങ്കിൽ എന്ത് ചെയ്യാം? sheds tears എന്നൊക്കെ നമുക്ക് എഴുതാം അതിൽ ആഡ് ചെയ്തിട്ട്. അപ്പൊ എന്ത് ചെയ്യാം? മീനിങ് അറിയാത്തൊക്കെ ഉണ്ടെങ്കിൽ സൈഡിൽ ചെറുതായിട്ട് മലയാളം മീനിങ് പെൻസിൽ കൊണ്ടോ മറ്റോ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് വായിക്കാൻ വേണ്ടി പറ്റും. അത് അത്ര നല്ല ശീലമല്ല, എന്നാൽ പോലും നമുക്ക് എന്താണ് ഒരു വേർഡ് പെട്ടെന്ന്, ഇപ്പൊ ചെറിയ ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ, അപ്പൊ പെട്ടെന്ന് ഒരു മീനിങ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ചിലപ്പോ ഷെഡ് ടിയേഴ്സ് ഒക്കെ എഴുതി വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും?
നമുക്ക് ആ സെന്റൻസ് വായിക്കുമ്പോൾ എന്താണ് അതിന്റെ മീനിങ് എന്നൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ എ ക്രോക്കഡൈൽ ഷെഡ്സ് ടിയേഴ്സ് when it has its meal. ഓക്കെ, ഒരു ക്രോക്കഡൈൽ അതിന്റെ ഭക്ഷണം കിട്ടുന്ന സമയത്ത് കണ്ണുനീര് പൊഴിക്കും. ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി ഓഫ് എ ക്രോക്കഡൈൽ. ഓക്കെ, അത് ക്രോക്കഡൈലിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. ദെൻ സെക്കൻഡ് വൺ, an owl cannot see in total darkness. അല്ലേ, അതാണ് ടോട്ടൽ ഡാർക്ക്നെസ്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഓളിന് ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ, an owl cannot see in total darkness. Okay, then the egg of an ostrich is as big as a watermelon. The egg of an ostrich is big as a watermelon. ഒരു ഓസ്ട്രിച്ചിന്റെ എഗ് ഒരു വാട്ടർമെലന്റെ അത്രയും വലിയതാണ്. ഓക്കെ, ബിഗ് ആസ് എ വാട്ടർമെലൺ. ഒരു വാട്ടർമെലന്റെ ഒപ്പം തന്നെ ഏകദേശം അത്രയുമുള്ള എഗ് ആണ് ഓസ്ട്രിച്ചിന് ഉണ്ടാവുക. Ostrich is the biggest bird, അല്ലേ? Because of that its egg is very big. Okay, ostrich എന്താണ്, ഒരു വലിയ പക്ഷിയാണ് അല്ലേ, ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ബേർഡ് ആണ് ostrich. Because of that the egg of an ostrich is big. അല്ലേ, ഓസ്ട്രിച്ചിന്റെ എഗ്ഗും ഒരു വാട്ടർമെലനോളം വലുപ്പമുള്ള എഗ് ആണ് ഓസ്ട്രിച്ചിന് ഉണ്ടാവുക. ഓക്കെ, then fourth one, a rat can live without water longer than a camel. A rat can live without water longer than a camel. What is specialty of camel? Camel എന്തുണ്ട് സ്പെഷ്യാലിറ്റി? camel എന്താ ചെയ്യാ, വാട്ടർ ഇല്ലാതെ കാമലിന് ഒരുപാട് കാലം ജീവിക്കാൻ വേണ്ടി പറ്റും അല്ലേ? നമുക്ക് പറ്റുമോ? വി കാണ്ട് അല്ലേ, നമുക്ക് വെള്ളം കുടിക്കാതെ എന്താണ് ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റില്ല അല്ലേ? നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ധാരാളം വെള്ളം കുടിക്കും അല്ലേ? വെള്ളം കുടിക്കാതെ നമുക്ക് ലീവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബട്ട് ദ സ്പെഷ്യാലിറ്റി ഓഫ് camel can live without water അല്ലേ, ലോങ് ടൈം. വെള്ളമില്ലാതെ കുറെ കാലം കാമലിന് നിൽക്കാൻ വേണ്ടി പറ്റും അല്ലേ? അതെന്താണ്, പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, എ റാറ്റ് ക്യാൻ ലീവ് വിത്തൗട്ട് വാട്ടർ ലോങ്ങർ ദാൻ എ camel. ഓക്കെ, ഒരു റാറ്റിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വെള്ളമില്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റും. ലോങ്ങർ ദാൻ എ camel. camel ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളമില്ലാതെ ജീവിക്കാൻ വേണ്ടി ആർക്ക് പറ്റും, റാറ്റിന് പറ്റുന്നാണ് പറയുന്നത് അല്ലേ? ക്യാമലിന് എന്താണ്, ക്യാമലിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വെള്ളമില്ലാതെ കുറെ കാലം ജീവിക്കാൻ വേണ്ടി പറ്റും. ലൈക്ക് ദാറ്റ് എ റാറ്റ് ക്യാൻ ലീവ് വിത്തൗട്ട് വാട്ടർ ലോങ്ങർ ദാൻ എ camel. ഒരു camel ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ആർക്ക് പറ്റും, റാറ്റിന് പറ്റുന്നാണ് പറയുന്നത് അല്ലേ? നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണല്ലേ അത്. നമുക്ക് ഇതുവരെ അറിയാമായിരുന്നോ റാറ്റിന് വെള്ളമില്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റുന്നു? വെള്ളം കുടിക്കാതെ എന്താണ് കാമല് ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ആർക്ക് പറ്റും, റാറ്റിന് പറ്റുന്നാണ് പറയുന്നത്. എ റാറ്റ് ക്യാൻ ലീവ് വിതൗട്ട് വാട്ടർ ലോങ്ങർ ദാൻ എ camel. ഓക്കെ ഓക്കെ, എന്താണ് camel ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലം വാട്ടർ ഇല്ലാതെ റാറ്റിന് ജീവിക്കാൻ വേണ്ടി പറ്റും. Then a kiwi is a bird without wings, so it cannot fly but it can run. അല്ലേ, നോക്കുക നെക്സ്റ്റ് പിക്ചർ നോക്കുക. എന്താണ് അത്, കിവി ആണല്ലേ. കിവി is a bird. Okay, a kiwi is a bird without wings. അല്ലേ, വിങ്സ് ഇല്ലാത്ത ഒരു ബേർഡ് ആണ് കിവി അല്ലേ, ചിറകുകൾ ഇല്ലാത്ത ഒരു ബേർഡ് ആണ് കിവി. സോ ഇറ്റ് cannot fly. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് cannot fly അല്ലേ, വിത്തൗട്ട് വിങ്സ്. ചിറകില്ലാതിരുന്ന എന്ത് പറ്റും, പറക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലേ. എ കിവി ഇസ് എ ബേർഡ് without wings, so it cannot fly but it can run. Okay, kiwi എന്താണ്, kiwi is a bird without wings അല്ലേ, ചിറകുകൾ ഇല്ലാത്ത പക്ഷിയാണ് കിവി. നമുക്ക് അറിയാമായിരുന്നോ? ഇല്ല അല്ലേ. അതുകൊണ്ടാണ് അമേസിംഗ് ആനിമൽസ് എന്നുള്ള ടൈറ്റിലും കൊടുത്തിട്ടുള്ളത് അല്ലേ. എ കിവി is a bird without wings, so it cannot fly. എന്താണ്, ചിറകുകൾ ഇല്ലാത്തതുകൊണ്ട് പറക്കാൻ വേണ്ടി പറ്റില്ല. A kiwi is a bird without wings, so it cannot fly but it can run. അതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓടാൻ വേണ്ടി പറ്റും അല്ലേ, നല്ല സ്പീഡിൽ റൺ ചെയ്യാൻ വേണ്ടി പറ്റും കിവിക്ക്. A kiwi is a bird without wings, so it cannot fly but it can run. എന്താണ്, ചിറകുകൾ ഇല്ലാത്തത് കൊണ്ട് കിവിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പറക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ. ഫ്ലൈ ചെയ്യാൻ എന്ത് വേണം, വിങ്സ് വേണം അല്ലേ. ബട്ട് കിവി ഈസ് എ ബേർഡ് വിത്തൗട്ട് വിങ്സ് അല്ലേ, ചിറകുകൾ ഇല്ലാത്ത ഒരു ബേർഡ് ആണ് കിവി. ഓക്കെ, സോ ഇറ്റ് cannot fly but
ഇറ്റ് ക്യാൻ റൺ. അതിന് നല്ല സ്പീഡിൽ ഓടാൻ വേണ്ടി പറ്റുന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ ചിറകുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഫ്ലൈ ചെയ്ത് പോവാൻ വേണ്ടി പറ്റും. അതിന് കഴിയാത്തത് കൊണ്ട് കിവിക്ക് വളരെ സ്പീഡിൽ റൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ റൈറ്റ്. എ കിവി is a bird without wings, so it cannot fly but it can run. Okay. Then a hippopotamus can run faster than a human. നോക്ക നെക്സ്റ്റ് പിക്ചർ നോക്ക. A hippopotamus can run faster than a human. അല്ലേ? ഒരു ഹിപ്പോപ്പൊട്ടാമസിന് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് റൺ ചെയ്യാൻ പറ്റും. ആരെക്കാൾ? faster than a human. ഒരു ഹ്യൂമൻ ബീയിങ്ങിനേക്കാൾ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഹിപ്പോപ്പൊട്ടാമസിന് റൺ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? ദാറ്റ്സ് എ ഫാക്ട്. ഓക്കെ. A hippopotamus can run faster than a human. Okay. ഒരു ഹിപ്പോപ്പൊട്ടാമസിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മനുഷ്യൻ ഓടുന്നതിനേക്കാൾ സ്പീഡിൽ ഓടാൻ വേണ്ടി പറ്റും അല്ലേ? അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ ഒരു പിക്ചർ. ഹിപ്പോപ്പൊട്ടാമസ് ഓടുന്നുണ്ട്, അതിന്റെ പുറകിലായിട്ട് ഒരു ഹ്യൂമൻ ബീയിങ്ങും ഓടിപ്പോകുന്നുണ്ട് അല്ലേ? അപ്പോ അയാള് ഒരു ഹ്യൂമൻ ബീയിങ് ഓടുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ ആർക്ക് ഓടാൻ വേണ്ടി പറ്റുന്നാണ് പറയുന്നത്? ഹിപ്പോപ്പൊട്ടാമസിന്. ഓക്കെ. നമ്മൾ പറഞ്ഞു കിവി ഈസ് എ ബേർഡ് വിത്തൗട്ട് വിങ്സ് അല്ലേ? ചിറകുകളില്ലാത്ത പക്ഷിയാണ് കിവി. സോ ഇറ്റ് cannot fly, then but it can run അല്ലേ? ചിറകുകളില്ലാത്ത പക്ഷിയാണ് കിവി. ബിക്കോസ് ഓഫ് ദാറ്റ് അതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? cannot fly but it can run. അതിന് പറക്കാൻ വേണ്ടി പറ്റില്ല, പക്ഷെ അത് നന്നായിട്ട് ഓടും. ടോഷിൻ എന്താണ് മോനെ? വീഡിയോ ഓൺ ചെയ്തേ മോനെ ടോഷിൻ. ടോഷിൻ. ഓക്കെ. then a hippopotamus can run faster than a human. ഒരു ഹിപ്പോപ്പൊട്ടാമസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? faster than a human-നേക്കാൾ, ഒരു ഹ്യൂമൻ ബീയിങ്ങിനേക്കാൾ സ്പീഡിൽ റൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഒരു ഹിപ്പോപ്പൊട്ടാമസിന് ഒരു മനുഷ്യൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഇരട്ടിയിൽ സ്പീഡിൽ ഓടാൻ വേണ്ടി പറ്റുന്നാണ് പറയുന്നത്. ഓക്കെ. then a seahorse can hold objects with its tail. Okay. a seahorse അല്ലേ? അവിടെ ഒരു seahorse-ന്റെ പിക്ചർ ഉണ്ട്. seahorse എന്താണ്? കടൽ കുതിര അല്ലേ? ഒരു കടൽ കുതിരന്റെ പിക്ചർ ഉണ്ട് അവിടെ. ഇറ്റ് ക്യാൻ ഹോൾഡ് ഒബ്ജക്ട് വിത്ത് ഇറ്റ്സ് ടെയിൽ. അതിന്റെ വാല് കൊണ്ട് എന്താണ്? എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടി പറ്റുന്നാണ് പറയുന്നത് അല്ലേ? നമ്മള് കൈകൊണ്ട് എന്തെങ്കിലും എടുത്ത് പിടിക്കുന്നത് പോലെ എ സീ ഹോഴ്സ് ക്യാൻ ഹോൾഡ് ഒബ്ജക്ട് വിത്ത് ഇറ്റ്സ് ടെയിൽ. അതിന്റെ ടെയിൽ കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒബ്ജക്ട്സ് ഒക്കെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടി പറ്റും. ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി ഓഫ് എ സീ ഹോഴ്സ്. ഓക്കെ. അതൊരു കടൽ കുതിരന്റെ സ്പെഷ്യാലിറ്റി ആണ്. ഓക്കെ. എ സീ ഹോഴ്സ് ക്യാൻ ഹോൾഡ് ഒബ്ജക്ട്സ് വിത്ത് ഇറ്റ്സ് ടെയിൽ. അതിന്റെ വാല് കൊണ്ട് ഒബ്ജക്ട്സ് ഒക്കെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. then a dolphin sleeps with one eye open. അല്ലേ? അവിടെ എന്തുണ്ട്? ഒരു ഡോൾഫിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? a dolphin sleeps with one eye open. എങ്ങനെയാണ് ഒരു ഡോൾഫിൻ എങ്ങനെയാണ് സ്ലീപ്പ് ചെയ്യാന്ന് പറയുന്നത്? ഒരു ഡോൾഫിൻ ഉറങ്ങുമ്പോ എന്ത് ചെയ്യും? with one eye open. ഒരു കണ്ണ് അടച്ചിട്ട് ഒരു കണ്ണ് തുറന്നിട്ടും പിടിച്ചിട്ടാണ് ആര് സ്ലീപ്പ് ചെയ്യാ? എ ഡോൾഫിൻ. ഓക്കെ. നമുക്ക് പറ്റുമോ? ഇല്ല അല്ലേ? നമ്മള് ഒന്നുകിൽ രണ്ട് കണ്ണും തുറന്നു വെക്കണം, നമുക്ക് ഉറങ്ങണമെങ്കിൽ രണ്ട് കണ്ണും അടച്ചു വെക്കണം അല്ലേ? ഒന്ന് മാത്രം തുറന്നിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റുമോ? പറ്റുമോ? ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. എ ഡോൾഫിൻ സ്ലീപ്സ് വിത്ത് വൺ ഐ ഓപ്പൺ. ഒരു കണ്ണ് തുറന്നിട്ട് ഒരു കണ്ണ് അടച്ചിട്ടുമാണ് എന്താണ്? ഡോൾഫിൻ ഉറങ്ങുക എന്നാണ് പറയുന്നത്. ഓക്കെ. ക്ലിയർ? ഓക്കെ. അപ്പൊ നോക്കുക, ഫസ്റ്റ് വണ്ണ് നമ്മൾ എന്ത് പറഞ്ഞു? എ ക്രോക്കഡൈൽ ഷെഡ്സ് ടിയേഴ്സ് വെൻ ഇറ്റ് ഹാസ് ഇറ്റ്സ് മീൽ അല്ലേ? ഒരു ക്രോക്കഡൈൽ എന്ത് ചെയ്യും? ഫുഡ് കിട്ടിയ സമയത്ത് അത് എന്ത് ചെയ്യും? ഷെഡ്സ് ടിയേഴ്സ് അല്ലേ? അതിന് കണ്ണീര് പൊഴിക്കും അല്ലേ? അത് കരഞ്ഞോണ്ടാണ് ഫുഡ് കഴിക്കുക അല്ലേ? എന്തിനാണ് കരയുന്നത്? സങ്കടം കൊണ്ടാണോ? അല്ല അല്ലേ? ഇറ്റ്സ് ടിയേഴ്സ് കണ്ടെയ്ൻ പ്രോട്ടീൻ ആൻഡ് മിനറൽസ് അല്ലേ? അതിന്റെ കണ്ണുനീരിൽ എന്തുണ്ട്? നല്ല പ്രോട്ടീൻസും മിനറൽസും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. എ ക്രോക്കഡൈൽ ഷെഡ്സ് ടിയേഴ്സ് when it has its meal. Then an owl cannot see in total darkness അല്ലേ? ഒരു ഓളിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ടോട്ടൽ ഡാർക്ക്നെസ്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഓക്കെ. cannot see in total darkness. And then third one,
The egg of an ostrich is as big as a watermelon. അല്ലേ? നമ്മൾ പറഞ്ഞു ostrich is the biggest bird. അല്ലേ? ostrich എന്താണ്? വലിയ ബേർഡ് ആണ്. Because of that its egg as big as a watermelon. അതിന്റെ എഗ് എന്താണ്? ഒരു വാട്ടർമെലണിന്റെ അത്രയും വലുപ്പം ഉള്ളതാണ്. Okay. Then fourth one, a rat can live without water. അല്ലേ? A camel can live without water and a rat can live without water. But a rat can live without water longer than a camel. Camel എവിടെയാണ്? Camel എന്താണ്? വെള്ളമില്ലാതെ ക്യാമലിന് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം അല്ലേ? അതുപോലെ എന്താണ്? ക്യാമൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു റാറ്റിന് എന്താണ്? വിത്തൗട്ട് വാട്ടർ അല്ലെ? വെള്ളമില്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റുന്നാണ് പറയുന്നത് അല്ലേ? A rat can live without water longer than a camel. ഒരു camel ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ആര് ജീവിക്കും? A rat അല്ലേ? Then a kiwi is a bird without wings. So it cannot fly but it can run. A kiwi is a bird അല്ലേ? We know that kiwi is a bird. Okay. kiwi എന്താണ്? ഒരു bird ആണ്. Without wings അല്ലേ? ചിറകുകൾ ഇല്ലാത്ത ഒരു bird ആണ് kiwi. Then it cannot fly. ചിറകുകൾ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? പറക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ? പറക്കാൻ എന്ത് വേണം? wings വേണം അല്ലേ? wings ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കിവിക്ക് cannot fly അല്ലേ? അതിന് പറക്കാൻ വേണ്ടി പറ്റില്ല. but it can run. അതിന് നല്ല സ്പീഡിൽ ഓടിപ്പോവാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പൊ ആരെങ്കിലും അതിനെ അറ്റാക്ക് ചെയ്യാനൊക്കെ വരുമ്പോ എന്ത് ചെയ്യാം? കിവിക്ക് പറന്നു പോവാൻ വേണ്ടി പറ്റില്ല. പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പറ്റും അല്ലേ? A kiwi is a bird without wings. So it cannot fly but it can run. അതിന് ഫ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നന്നായിട്ട് റൺ ചെയ്യാൻ വേണ്ടി കിവിക്ക് പറ്റും. Then a hippopotamus can run faster than a human. ഒരു ഹിപ്പോപ്പൊട്ടാമസിന് എന്ത് പറ്റും? ഓടാൻ വേണ്ടി പറ്റും അല്ലേ? faster than a human. ഒരു ഹ്യൂമൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ ആരോടും? a hippopotamus അല്ലേ? Okay. A hippopotamus can run faster than a human. ഒരു ഹിപ്പോപ്പൊട്ടാമസിന് ഒരു ഹ്യൂമൻ ബീയിങ് ഓടുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ ഓടാൻ വേണ്ടിയിട്ട് പറ്റുന്നാണ് പറയുന്നത്. Okay. Then a seahorse can hold objects with its tail. ഒരു seahorse-ന് അല്ലേ? ഒരു കടൽ കുതിരയ്ക്ക് എന്ത് പറ്റും? can hold object. അതിന് objects ഒക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. എവിടെ? with its tails അല്ലേ? with its tail. Okay. അതിന്റെ tail കൊണ്ട് അതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? objects ഒക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നാണ് പറയുന്നത് അല്ലേ? ഇതൊരു വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ് അല്ലേ? നമുക്ക് അറിയില്ല അല്ലേ? അതുകൊണ്ടാണ് എന്താണ് അമേസിംഗ് ആനിമൽസ് എന്നുള്ള ടൈറ്റിലും കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇതെല്ലാം വളരെ എന്താണ് അമേസിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് അല്ലേ? കുറെയൊക്കെ. Then a dolphin sleeps with one eye open അല്ലേ? A dolphin can sleep with one eye open. ഒരു ഡോൾഫിൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു കണ്ണ് തുറന്ന് മറ്റേ കണ്ണ് മാത്രം അടച്ചിട്ട് ഒരു ഡോൾഫിൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഉറങ്ങാൻ വേണ്ടി പറ്റും അല്ലേ? ഓക്കെ. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പോ എന്താണ് അമേസിംഗ് ആനിമൽസ് ആണ് ഇതൊക്കെ അല്ലേ? ഓരോ അമേസിംഗ് ഫാക്ട്സ് ആണ് ഓരോ ആനിമൽസിന്റെയും സ്പെഷ്യാലിറ്റി ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോ എന്താണ് ക്രോക്കഡൈലിന് ഷെഡ്സ് ടിയേഴ്സ് വെൻ ഇറ്റ് ഹാസ് ഇറ്റ്സ് മീൽ അല്ലേ? അതിന് ഫുഡ് കിട്ടുന്ന സമയത്ത് ക്രോക്കഡൈൽ എന്താ ചെയ്യാ? ടിയേഴ്സ് ഷെഡ് ചെയ്യും അല്ലെ? ഷെഡ്സ് ടിയേഴ്സ് അല്ലേ? അത് കണ്ണുനീര് പൊഴിച്ചുകൊണ്ടാണ് ക്രോക്കഡൈൽ ഇരിക്കുക. Then and all cannot see in total darkness. Total darknessന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഒരു ഓളിന് എന്താ cannot see in total darkness അല്ലേ? Then the egg of an ostrich is as big as a watermelon അല്ലേ? ഒരു ഓസ്ട്രിച്ചിന്റെ എഗ് എന്താണ് ഉണ്ടാവുക? വാട്ടർമെലണിന്റെ അത്രയും ബിഗ് ആയിരിക്കാം. Then a rat can live without water longer than a camel. A rat can live without water longer than a camel. ഒരു റാറ്റിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു ക്യാമൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ വിത്തൗട്ട് വാട്ടറിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ജീവിക്കാൻ വേണ്ടി പറ്റും. Then
A kiwi is a bird without wings. So it cannot fly, but it can run. അല്ലേ എന്താണ് kiwi is a bird without wings അല്ലേ ചിറകില്ലാത്ത പക്ഷിയാണ് kiwi. So it cannot fly. അതുകൊണ്ട് അതിന് പറക്കാൻ പറ്റില്ല. But it can run. അതിന് ഓടാൻ വേണ്ടി കഴിയും. നല്ല സ്പീഡിൽ ഓടാൻ വേണ്ടി കിവിക്ക് കഴിയും. Then a hippopotamus can run. ഒരു ഹിപ്പോപ്പൊട്ടാമസിന് ഓടാൻ വേണ്ടി കഴിയും. Faster than a ഹ്യൂമൻ ഒരു മനുഷ്യൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ ആർക്ക് റൺ ചെയ്യാൻ വേണ്ടി പറ്റും? ഹിപ്പോപ്പൊട്ടാമസിന് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. Then a sea horse can hold object with its tail. ഒരു sea horseന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? Can hold object അല്ലേ കടൽക്കുതിര കണ്ടോ കടൽക്കുതിരന്റെ പിക്ചർ ആണത്. That is sea horse. Okay. A sea horse can hold object with its tail. ഒരു sea horseന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഹോൾഡ് ഒബ്ജക്റ്റ് അല്ലെ ഒബ്ജക്റ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും എവിടെ? വിത്ത് ഇറ്റ്സ് ടെയിൽ അതിന്റെ വാലുകൊണ്ട് എന്താണ് ഒബ്ജക്റ്റ് ഒക്കെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടി സീ ഹോഴ്സിന് പറ്റും. എ ഡോൾഫിൻ സ്ലീപ്സ് വിത്ത് വൺ ഐ ഓപ്പൺ. ഒരു ഡോൾഫിൻ എന്താ ചെയ്യാ? ഒരു കണ്ണ് അടച്ചിട്ട് ഉറങ്ങാൻ ഒരു കണ്ണ് അടച്ച് ഒരു കണ്ണ് തുറന്നിട്ട് ഉറങ്ങാൻ വേണ്ടി ആർക്ക് പറ്റും? ഡോൾഫിന് പറ്റുന്നതാണ് അല്ലേ? ഓക്കെ, ക്ലിയർ? ഓക്കെ ഓക്കെ, എല്ലാരും അതൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടാ. നമ്മള് പിന്നെ എന്താണ് അതിനു മുമ്പേ നമ്മൾ വൈസ് വേർഡ്സ് പറഞ്ഞു. കംപ്ലീറ്റ് ചെയ്യാത്തവരെന്താണ് ഇപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യണം? പിന്നെ മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മാർക്ക് ചെയ്ത് വെച്ചവര് കംപ്ലീറ്റ് ചെയ്യാത്തവര് അത് എടുത്തെഴുത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ആ ബോക്സിലുള്ളത് തന്നെയാണ്, അത് അങ്ങോട്ട് എടുത്തെഴുതിയിട്ട് ആ പ്രോവർബ് കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോവർബ് ആണത്. അതിന് മാച്ച് ചെയ്യുന്നത് എന്ത് ചെയ്യണം? ഈ ബോക്സിൽ നിന്ന് എടുക്കണം, എഴുതണം. കേട്ടോ മോളെ? ആരാധ്യ എവിടെ പോയി? ആരാധ്യ എഴുതിയ മോളെ? ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യാത്തവരെല്ലാവരും. ഓക്കെ, ദെൻ അമേസിങ് ആനിമൽസ് നമ്മളിപ്പം പറഞ്ഞു അല്ലേ? ഇനി ഏതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള നെക്സ്റ്റ് പോർഷൻ? ഏതാണ് മോനെ ജോയലെ? ഓൾ ടുഗദർ അല്ലേ? ഓക്കെ ഓക്കെ, ഓൾ ടുഗദർ ആണ് നമുക്ക് നെക്സ്റ്റ് ഇനി പറയാനുള്ള പോർഷൻ. ഓക്കെ, നമുക്കതൊന്ന് നോക്കാം അല്ലേ? നമ്മുടെ ടൈം കഴിയാൻ പോകുന്ന ജസ്റ്റ് ഒന്ന് പറയാം. A group of soldiers is called an army. What are the groups of the following called? Choose from the box and fill in the blanks. അല്ലേ? എന്താണ്? A group of soldiers is called an army. അല്ലേ? ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സിനെയാണ് എന്ത് പറയാ? ആർമി എന്ന് പറയാ അല്ലേ? ഒരു കൂട്ടം സോൾജേഴ്സിനെ നമ്മൾ എന്ത് പറയും? ആർമി എന്ന് പറയും. Then what are the groups of the following is called? ഇവിടെ കുറെ എന്താണ് പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ? കുറെ ടൈപ്സ് ഓഫ് ആനിമൽസ് മാത്രമല്ല അല്ലെ, കുറെ ടൈപ്സ് ഓഫ് എന്താണ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഫോളോയിങ് ഗ്രൂപ്പ് അല്ലെ? കുറെ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. ചൂസ് ഫ്രം ദ ബോക്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പൊ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ബോക്സിൽ കുറെ പേരും കൊടുത്തിട്ടുണ്ട് അല്ലെ? ഈ കൂട്ടത്തിനൊക്കെ എന്താണ് പറയാന്നുള്ളതാണ് ആ പേരുകൾ. 1 2 3 4 5 6 7 8 പേരുകളുണ്ട് അല്ലെ? 8 ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ഏതൊക്കെ, അതായത് ഫസ്റ്റ് ഉള്ളത് എന്താണ്? ലയണിന്റെ കുറെ കൂട്ടമാണ് അല്ലെ? എ ഗ്രൂപ്പ് ഓഫ് ലയൺസ്. അപ്പൊ ഗ്രൂപ്പ് ഓഫ് ലയൺസിനെ എന്താണ് പറയാന്നുള്ളത് നമ്മൾ ഈ ബോക്സിൽ തന്നിട്ടുള്ളതിൽ നിന്ന് എടുത്തെഴുതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അത് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? എ ഗ്രൂപ്പ് ഓഫ് ലയൺ ഈസ് കോൾഡ് പ്രൈഡ് അല്ലെ? പ്രൈഡ് ഫസ്റ്റ് വൺ ഒരു എക്സാമ്പിൾ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഓഫ് ലയൺസിനെ എന്താണ് പറയാ? പ്രൈഡ് എന്നാണ് ഗ്രൂപ്പ് ഓഫ് ലയൺസിന് പറയാ. ദെൻ എ ഗ്രൂപ്പ് ഓഫ് ഫിഷ്, അവിടെ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ഫിഷ് ഉണ്ട്. ദെൻ സെക്കൻഡ് വൺ എന്താണ്? ഗ്രൂപ്പ് ഓഫ് ബുക്സ് ആണ് അല്ലെ? ഗ്രൂപ്പ് ഓഫ് ബുക്സ് ഉണ്ട്. എ ഗ്രൂപ്പ് ഓഫ് കീസ്, എ ഗ്രൂപ്പ് ഓഫ് സ്റ്റോൺസ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഫിഷ്, എ ഗ്രൂപ്പ് ഓഫ് monkeys, ഗ്രൂപ്പ് ഓഫ് elephants ആൻഡ് ഗ്രൂപ്പ് ഓഫ് sticks അല്ലെ? അവിടെ ഇത്രയും സാധനങ്ങൾ എന്താണ് ഗ്രൂപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ എന്ത് പേരാണ് പറയാന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിച്ച് എഴുതണം അല്ലെ ഈ ബോക്സിൽ നിന്ന്. അപ്പൊ ഇത് എല്ലാവരും ഒന്ന് നോക്കുക, എന്താണ് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് എടുത്ത് എഴുതുക. ആരും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണ്ട, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് അത് ഡിസ്കസ് ചെയ്യാം. ഗ്രൂപ്പിൽ ആരും പോസ്റ്റ് ചെയ്യണ്ട, അടുത്ത ക്ലാസ്സിൽ ഓരോരുത്തരോടായിട്ട് ചോദിച്ചോളാം. ഓക്കെ, ഗ്രൂപ്പിൽ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും കിട്ടും അല്ലെ? അപ്പൊ എല്ലാരും ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, കണ്ടുപിടിച്ച് വെച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം. ആരും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇത്
എന്താണ് ഈ ഗ്രൂപ്പിനൊക്കെ പറയാന്നുള്ളത് കണ്ടുപിടിച്ച് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് അതിന്റെ ചെയ്യാം അല്ലേ? ഓക്കെ, ക്ലിയർ ആയില്ലേ? അതൊന്ന് വായിച്ചു നോക്കണം. അമേസിംഗ് ആനിമൽസ് വായിച്ചു നോക്കുക. വൈസ് വേർഡ്സ് എഴുതാത്തവര് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ